ഹായ് ഗൈസ്, നിങ്ങൾ ഇപ്പോഴും ഒരു 9 to 5 ജോബിൽ സ്റ്റക്കാണോ? അപ്പോൾ ഈ 9 to 5 എന്ന് പറഞ്ഞ ഒരു മോശം കാര്യമല്ല, പക്ഷെ അത് എങ്ങനെയാണ് നമ്മുടെ ഡ്രീംസിനെ ഇല്ലാതാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ജേർണിയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു 9 to 5 വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രീഷ്യസ് എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ടൈം. അത് നമ്മുടെ കയ്യിലില്ല എന്നുള്ളൊരു റിയലൈസേഷനിൽ നിന്നാണ് എൻ്റെ ലൈഫ് ബിഗെയിൻ ചെയ്തത്. എൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി പറയാം. എല്ലാവരെ പോലെ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ അതും നമ്മുടെ നാട്ടിലല്ല, ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ട് അമ്മയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ച് അവിടെ അഡ്മിഷനൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെയാണെങ്കിൽ 4 years കഴിയുമ്പോൾ തന്നെ നമുക്ക് സപ്ലി ഉണ്ടെങ്കിൽ കൂടെ പുറത്തു വരാം. പക്ഷേ അവിടുത്തെ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇയർ ബാക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആദ്യത്തെ ഒരു വർഷം എന്താന്ന് പോലും മനസ്സിലായില്ല. പക്ഷേ ഇയർ ബാക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഒരു വർഷം വെറുതെ ഇരിക്കണം. അതിനുശേഷം നമ്മൾ സപ്ലി ഉള്ള സബ്ജക്റ്റ് ക്ലിയർ ചെയ്ത ശേഷം ജൂനിയേഴ്സിൻ്റെ കൂടെ വേണം ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഇന്ന് പഠിച്ച സ്റ്റുഡൻസിൻ്റെ കൂടെ അല്ല നാളെ പഠിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സോ സർക്കിൾസോ അങ്ങനെ ഒന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ്. എഞ്ചിനീയറിംഗിൽ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൈഫ് ലെസൺസും അതേപോലെ തന്നെ നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. കാരണം അത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. നിങ്ങൾ പറയുന്ന പോലല്ല, നമ്മൾ വേറൊരു നാട്ടിൽ പോയി നിന്ന് ഭാഷ അറിഞ്ഞുകൂടാ, അത് സർവൈവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു. പക്ഷെ അതിനുശേഷവും എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരെ പോലെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാലറിയിൽ ഒരു ജോലി നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്നും റിയാലിറ്റി ഹിറ്റ് ചെയ്ത് വളരെ ഹാർഡായിട്ടാണ്. അപ്പോൾ ഇതിന് എഞ്ചിനീയറിംഗിന് ശേഷം നമ്മൾ ജോലി നോക്കുമ്പോഴാണ് മനസ്സിലായത്, സപ്ലി ഇല്ലാതെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് തന്നെ ജോലിയില്ല. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ കസ്റ്റമർ കെയറിലും ബാക്കിയുള്ള ഇൻഷുറൻസ് ഏജൻസി ഈ പറഞ്ഞ രീതിയിലൊക്കെ പല 10-20,000 ശമ്പളത്തിനൊക്കെ അവർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ട ഒരു കാര്യം, എന്താണോ ഇത്രയും വർഷം സ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് IT സെക്ടറിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യലി കുറെ 10-40 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. പലയിടത്തും റിജക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഫൈനലി നമ്മുടെ ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്ത് ഒരു വെബ് ഡെവലപ്പറിന്റെ കാറ്റഗറിയിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ജോലിയിൽ പ്രവേശിച്ചപ്പോഴും സാലറി ഒന്നുമില്ല, പക്ഷേ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ടൈം. ബിക്കോസ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട് സർക്കിളുണ്ട്, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മൾ ഇതുവരെ എഞ്ചിനീയറിംഗിൽ പഠിച്ചു എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിലും അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവിടെ ഇല്ല. മീൻസ് നമ്മൾ പഠിച്ച എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും എന്താണെന്ന് പോലും നമുക്കറിയില്ല. ബട്ട് ലൈഫിൽ നമ്മളൊരു വർക്ക് പ്ലേസിൽ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, എന്താണ് ഡേറ്റാബേസ്. അപ്പോൾ നമുക്ക് തിയറിറ്റിക്കലി പല കാര്യങ്ങളും പഠിച്ചെങ്കിലും അപ്പോൾ അവിടെ നിന്ന് ഒരു കംപ്ലീറ്റ് അവയർനെസ് നമുക്ക് കിട്ടും. അപ്പോൾ ദാറ്റ് വാസ് ആൻ ഐ ഓപ്പണിംഗ് മൂമെന്റ്. ഒരു 1.5-2 വർഷം ആയപ്പോഴേക്കും ലൈഫ് ഹിറ്റിംഗ് ഹാർഡ്. പൈസ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെ നിന്ന് മനസ്സിലായി. അപ്പോൾ ലൈഫിൽ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകണം, എന്ത് ചെയ്യാമെന്നുള്ള. നിങ്ങൾക്കറിയാം, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കല്യാണം, ബാക്കിയുള്ള സേവിങ്സ്, ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ് ഉള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു നല്ല സാലറിയിൽ ഒരു ജോലിയിലേക്ക് കയറുക എന്നുള്ള എയിമിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷെ അതിന് ബെറ്റർ ഓപ്ഷൻ ദുബായ് അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോവുക, അല്ലെങ്കിൽ അബ്രോഡ് എവിടെയെങ്കിലും പോയിട്ട് സെറ്റിൽ ആകുക എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് ദുബായിലേക്കാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴും നീ പറഞ്ഞ പോലെ സിറ്റുവേഷൻസിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ബാംഗ്ലൂർ പോയ പോലെ തന്നെ 3 മാസത്തെ വിസയ്ക്കാണ് പോയത്. അപ്പോൾ 3 മാസത്തെ വിസ ഒരു 2 months കഴിഞ്ഞപ്പോൾ തന്നെ ഇന്റർവ്യൂസ് ഒന്നുമില്ല. സിറ്റുവേഷൻ വളരെ ഹാർഡായി. നമുക്കൊരു മന്ത്ലി ഒരു 30,000-25,000 എങ്കിലും വേണം അവിടെ നമുക്ക് റെന്റും ഫുഡൊക്കെ ആയിട്ട്. അപ്പോൾ ഫുഡ് ചേച്ചിയുടെ അടുത്തുനിന്നായിരുന്നു, പക്ഷെ എന്നാലും റെന്റിനും കാര്യങ്ങൾക്കൊക്കെ എമൗണ്ട് വേണം. അപ്പോൾ അതേപോലെ തന്നെ വിസ റിന്യൂവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ്, ഇനി തിരിച്ചു വരാനുള്ള ടിക്കറ്റ്, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ട് മൊമെന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ് ഡെവലപ്മെന്റ് പോലുള്ള ജോബുകൾക്ക് അവിടെ കൂടുതലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് ഇന്ത്യനാണ്. കൂടുതൽ അവിടെ IT സപ്പോർട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ജോബ്സ് ആണ് കൂടുതലുള്ളത്. ഐ കംപ്ലീറ്റ്ലി ചേഞ്ച് മൈ മൈൻഡ്. ദെൻ വെബ് ഡെവലപ്മെന്റിൽ നിന്ന് ഡയറക്ട്ലി ഐ ചേഞ്ച് ടു സിസ്റ്റം അഡ്മിൻ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാറ്റഗറി. ഈ 2 കാറ്റഗറിയിലേക്കും ഞാൻ എൻ്റെ റെസ്യൂം ബിൽഡ് ചെയ്ത് ചേഞ്ച് ചെയ്തു. ഞാൻ സ്റ്റാർട്ട് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത്. 4 വർഷം പഠിക്കാത്ത കാര്യം വെറും 2 മാസം കൊണ്ട് പഠിച്ചിട്ടാണ് ഈ പറഞ്ഞ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലൈഫ് ബിഗെയിൻ ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഞാൻ പഠിച്ചതിൽ തന്നെ സിസ്റ്റം അഡ്മിനും സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ഒരു ജോലി കിട്ടി. ആ ജോലി കിട്ടിയത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. അപ്പോൾ അത് അവിടെയും എന്നെ കാത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടുള്ള സാലറീസും ആ ടൈമും ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. നമുക്ക് റെന്റ് കൊടുക്കാനും അതേപോലെ തന്നെ പിന്നെ വീട്ടിലേക്ക് പൈസ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല.
എങ്ങനെയും അവിടെ സർവൈവ് ചെയ്ത് പോകണം. അപ്പോൾ അവിടെ നിന്നും പക്ഷെ ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. പറയുന്ന അത്ര ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ കൂടി നമ്മുടെ കരിയറിൽ ഒന്ന് സെറ്റ് ആകാനായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പുതിയ സ്കിൽസ് പഠിക്കാൻ പറ്റുമോ ആ സ്കിൽസ് നമ്മുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു റിയലൈസേഷനിൽ ഞാൻ അവിടെ തന്നെ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഒരു 1.5-2 ലക്ഷം രൂപയോളം എനിക്ക് അതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ അവിടെ നിന്ന് എനിക്കൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കിട്ടി. പാരലലി വേറെ ജോലിയിലേക്കൊക്കെ കയറാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് കാത്തിരുന്ന നല്ല സാലറി ഉള്ള ജോലി കിട്ടി. അവിടെ നിന്ന് ലൈഫ് വാസ് സ്മൂത്ത്, എവറിത്തിങ് വാസ് ഗോയിങ് ഗുഡ്. ആൻഡ് വീട്ടിലേക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറിയ രീതിയിലേക്കുള്ള സേവിങ്സ് ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ലൈഫ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്താണ് അച്ഛനും അമ്മയും ഒരു 1 മന്തിലേക്ക് ദുബായിലേക്ക് വരുന്നത്. അപ്പോൾ അവർ വന്ന സമയത്ത് 1 മന്തിലേക്കാണ്. ഒരു 3-4 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യമാണ് നാട്ടിൽ പോയിട്ട്, അതിന് ശേഷം അവർ എന്നെ കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അവർ വന്ന് ഈ 1 മാസം ടൈമിൽ ആകെ ഞാൻ അവരെ കണ്ടത് 2-3 വട്ടമാണ്. എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം, അപ്പോൾ അവർ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനോ അവരുടെ കൂടെ ഒന്ന് പുറത്തു പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. വിച്ച് മീൻസ് അന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് നമ്മുടെ ടൈം ഇറ്റ്സ് ഓൺ ബൈ സംബഡി എൽസ്. നമ്മുടെ സമയം അത് വേറൊരാളുടെയാണ്. അതിനുള്ള പൈസയാണ് നമ്മൾ സാലറി ആയിട്ട് വാങ്ങുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് 1 ലാഖിനടുത്ത് സാലറി ഉണ്ട്. എവറിത്തിങ് വാസ് ഗോയിങ് ഗുഡ്. ബട്ട് ദാറ്റ് റിയലൈസേഷൻ വാസ് ഭയങ്കര ഐ ഓപ്പണിംഗ് മൊമെന്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ഐ വാസ് വർക്കിംഗ് ഫോർ സംബഡി എൽസ് ഡ്രീം. എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ന് എൻ്റെ കാര്യങ്ങൾക്ക് 50-ാമത്തെ വയസ്സിലാണോ അത് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 30 വയസ്സായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള റിയലൈസേഷനിലാണ് ഐ ഡിസൈഡഡ്. അച്ഛനും അമ്മയും പോയ ശേഷം ഐ ഡിസൈഡഡ് ഞാൻ ഈ ജോബ് എവിടെ നിന്ന് നിർത്താൻ പോവുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഡിസിഷൻ എടുത്തിരുന്നു. ഇറ്റ് വാസ് എ ഹാർഡ് മൊമെന്റ്. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ പോയി എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് കോൺഫിഡൻറ്റ് ഇൻ മൈ സ്കിൽ. ബിലീവ് ചെയ്തൊരു കാര്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചത് ഇറ്റ് വാസ് എ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. ബിക്കോസ് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കില്ലല്ല, അതിൻ്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ SEO, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, കണ്ടന്റ്, അതിൻ്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതും റിമോട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റും ഉണ്ടായിരുന്നു. ബൈ ദ ടൈം ഞാൻ ടിക്ടോക്കിൽ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 50K ഫോളോവേഴ്സ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നും എനിക്ക് കൊളാബറേഷൻസ് ഒക്കെ വന്നു. സോ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ദർ ആർ പാസീവ് ഇൻകം ഓപ്ഷൻസ് ഓൾസോ ദെയർ. സോ ഐ ഡിസൈഡഡ് ഐ ക്വിറ്റ് മൈ ജോബ് ആൻഡ് നാട്ടിലേക്ക് വന്നു. എൻ്റെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, ബട്ട് ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് ചേർന്ന്, പുള്ളിക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്. സോ പാരലലി ഞങ്ങളുടെ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പുതിയ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. സോ അതിൻ്റെ പാരലലി തന്നെ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നിങ്ങളറിയാലോ നമുക്ക് ഇൻകത്തിന് വേറെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇത് വേണ്ടത് കാരണം തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയും പാരലലി ഞങ്ങളൊരു കാർഡമത്തിൻ്റെ ഒരു പ്ലാന്റേഷൻ സെറ്റ് ചെയ്യുകയും ചെയ്തു. ഈ 2 കാര്യങ്ങളും വളരെ ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അത് നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് സഫറിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്കായിരുന്നു എൻ്റെ ജേർണി വന്നത്. ഇതിനെന്നെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് സൈഡ് ഹസൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ 2 വർഷത്തിന് ശേഷം ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജേർണി വാസ് വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ 2-2.5 വർഷത്തിന് ഇപ്പുറം ഞാൻ എത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡ്രീമിലൂടെ തന്നെയാണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം. ഐ ഫെൽറ്റ് ലൈക്ക് ഫ്രീഡം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ അതിന് നമുക്ക് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ട്. നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കുക. ലൈഫ് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അതിലുപരി തന്നെ നമുക്കൊരു പ്ലാൻസ് ഉണ്ടാവണം. ഇപ്പം ഞാൻ ഒരേ സമയത്ത് തന്നെ 2 ബിസിനസ്സിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി ചലഞ്ചിങ്. നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാനേ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഫാമിങ്ങിലൂടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഹാവ് ദ സ്കിൽസ്. ഫാമിങ്ങിൻ്റെതായിട്ടുള്ള എന്തൊക്കെ സ്കിൽസ് വേണോ ആ സ്കിൽസും എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സെയിം ടൈം മൾട്ടിപ്പിൾ ബിസിനസ്സിലേക്ക് പോയത്. നിങ്ങൾക്ക് ഏത് സ്കില്ലിലാണോ ഇൻട്രസ്റ്റ് അതിൻ്റെ അകത്ത് മാത്രം ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക. ഇപ്പോൾ മെയിനായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക്
കിട്ടില്ല. അപ്പോൾ യുവർ സർക്കിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്, അതിന് റൈറ്റ് ആയിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആയിരിക്കരുത്. അവരുടെ ഗൈഡൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 9 to 5 ജോബ് ഒരു തടസ്സമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് സജഷൻ, നിങ്ങൾ ആ സ്കിൽസ് എന്തിലാണോ നിങ്ങൾക്ക് സ്കില്ലുള്ളത്, എന്ത് ജോബാണോ എന്ത് ബിസിനസ് ആണോ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അത് അക്യൂർ ചെയ്യുക. ദെൻ ടേക്ക് എ ബോൾഡ് ഡിസിഷൻ. നമ്മുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് നാളെ റിയാലിറ്റി ആയിട്ട് മാറും. ഇറ്റ്സ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ എ ഹെഡ് ആൻഡ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.